ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഹെൽവെലൻ്റെ മുകളിലാണ് വൈൽഡ് ക്യാമ്പ് ചെയ്യാൻ പോണത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ, സോ ഇതൊരു സോളോ വൈൽഡ് ക്യാമ്പിംഗ് വീഡിയോ ആയിരിക്കും. എടാ പേടിയാവുന്നുണ്ട് കേട്ടാ. എൻ്റെ അമ്മ, ഇനി ഇതാണ് കയറേണ്ടത്. ദൈവമേ, നമ്മൾ പോകുന്നത് ഈ മലയുടെ മുകളിൽ കൂടെ കയറി അങ്ങ് അറ്റത്തോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ വെതർ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന പോലെ നല്ല സണ്ണിയാണ്, നല്ല ചൂടുമുണ്ട്. മേജറായിട്ടുള്ള എലിവേഷൻ കഴിഞ്ഞു. നമ്മുടെ ഈ നേരെ കാണുന്നതാണ് ഹെൽവെലൻ. അതിൻ്റെ മുകളിലാണ് ഹെൽവെലൻ്റെ സമ്മിറ്റ് വരുന്നത്. ഹെൽവെലൻ ഇംഗ്ലണ്ടിലെ തന്നെ 3rd ഹയസ്റ്റ് പീക്കാണ്. അപ്പോൾ സമ്മിറ്റിലോട്ട് കയറാനായിട്ട് നമുക്ക് 2 റിഡ്ജുകളാണ് വരുന്നത്. ഒന്ന് ഈ സൈഡിനകത്തും ഒന്ന് ഇപ്പുറ സൈഡിനകത്തും. എൻ്റെ അമ്മ, ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. ഞാനിപ്പോൾ വെള്ളത്തിനകത്ത് നിന്ന് ഇറങ്ങി. വെള്ളം നല്ല തണുത്ത വെള്ളം ഉണ്ടോ ഈ കാണുന്ന, നല്ല തണുത്ത വെള്ളം. സോ വെള്ളത്തിനകത്ത് ഇറങ്ങി കാലും കൈയൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴിയുമ്പോഴേക്കും ഒന്ന് ഫ്രഷായി. അപ്പം ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നേരെ ഈ ബാക്കിൽ കാണുന്ന റിഡ്ജ് കയറി മുകളിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട് നോക്കാം. എന്നിട്ട് രാവിലെ ഇപ്പുറത്തെ സൈഡ് വഴി ഇറങ്ങി നേരെ താഴത്തോട്ട് ഇറങ്ങാമെന്നാണ് ഓർക്കുന്നത്. എനിക്ക് ബാഗിന് വെയിറ്റ് ഉള്ളതുകൊണ്ടേ മുകളിലോട്ട് കയറാനായിട്ട് ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വഞ്ചറായിട്ട് ചെയ്യണ്ടേ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിന്ന് ഇട്ടിരിക്കുന്ന ഷൂ മാമൂട്ട് എന്ന് പറയുന്ന ഒരു മൗണ്ടനിയറിംഗ് ബ്രാൻഡിൻ്റെ ഷൂസ് ഇട്ടേക്കുന്നത്. ഇത് വാട്ടർ പ്രൂഫാണ്. ഗോർടെക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ മുകളിനകത്ത് ഉപയോഗിച്ചത്. ഇതിൻ്റെ ഇൻസോള് വരുന്നത് വൈബ്രം എന്ന് പറയുന്ന ഒരു സോളിൽ ഇതാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഏത് ടെറൈനകത്താണെങ്കിലും നല്ല ഫ്രിക്ഷൻ ഗ്രിപ്പ് കിട്ടുന്ന സോളാണ് വൈബ്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വന്ന വഴി തന്നെ കണ്ടില്ല, അങ്ങനെ പൊടി പോലെ ഇങ്ങനെ സ്ലിപ്പറി ആയിട്ടുള്ള ഇതായിരുന്നു. പക്ഷെ അവിടെയൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് കയറി വരാൻ പറ്റി. ഇനിയിപ്പോൾ മുകളിലോട്ട് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. എൻ്റെ അമ്മോ, റിഡ്ജ് കണ്ടിട്ട് പേടിയാവണം കേട്ടോ. ദൈവമേ, ഇതെങ്ങനെ കയറാനാണ് മുകളിലോട്ട്? ഇത് നോക്കി, ഈ സൈഡിൽ കൂടെയാണ് കയറേണ്ടത്. മാൻ, ഇവിടുന്ന് കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. അറിയില്ല, നമുക്ക് നോക്കാം. കുറച്ചും കൂടെ അടുത്തോട്ട് ചെന്നിട്ട് നോക്കാം എന്താ മൂടുന്ന്. യെസ്, നമ്മളങ്ങനെ സ്ക്രാമ്പിൾ തുടങ്ങുവാണ്. ഇവിടെ നോക്കി, ഈ റിഡ്ജ് പിടിച്ച് വേണം നമ്മൾ മുകളിലോട്ട് കയറാൻ കേട്ടോ.
എൻ്റെ രണ്ട് സൈഡിലും സീൻ വ്യൂ, ഈ സൈഡിലും സീൻ വ്യൂ, ഈ സൈഡിലും സീൻ വ്യൂ. ഷിറ്റ് മാൻ. അയ്യോ, ഷിറ്റ്. തെങ്ങിക്കഴിഞ്ഞാൽ പണി പാളും. എൻ്റെ അമ്മോ, ദിസ് ഈസ് പീക്ക് എക്സ്പീരിയൻസ്. ഓ, പേടിയാവും. മെല്ലെ മെല്ലെ കയറുന്നു. ഇവിടെ ഈ ഇത് കണ്ടോ, ഇതിങ്ങനെ ഊർന്നു പോണ പോലത്തെ കല്ലയക്കുന്നുണ്ട്. പേടിയാവുന്നു. ഓ, ലെറ്റ്സ് സീ. കുറച്ചും കൂടെ ഉള്ളൂ. ഷിറ്റ്, ലുക്ക് അറ്റ് ദിസ്. എൻ്റെ അമ്മോ, അതിലെയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. ഇത് ഇവിടെ വെച്ച് ശരിക്കും എൻ്റെ കിളി പോയി. കാരണം അത് വഴിയാണ്, പക്ഷെ നമ്മൾ ചവിട്ടുന്നോറെ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ താഴ്ത്തോട്ട് ഇങ്ങനെ ഊർന്ന് പോയിക്കൊണ്ടിരിക്കണ പോലത്തെ വഴി. അപ്പോൾ ഞാൻ പിടിച്ച് കൈയൊക്കെ നോക്കി പൊടി ഇതായിട്ട്. പക്ഷെ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളിതേ ഇവിടെ നിന്ന് ഇതിലെ മുകളിലോട്ട് കയറണം. ഇതാണ് ലാസ്റ്റ് പുഷ്. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമ്മിറ്റിലോട്ട് നടക്കാം. Yes, we made it to the top. Wow, we made it to the top, guys. അതിലാണ് കയറിയത്. എൻ്റെ പൊന്നോ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. അവിടെയാണ് സമ്മിറ്റ് സ്റ്റോൺ വരുന്നത്, ട്രിപ്പ് പോയിന്റ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹെൽവെലൻ, ഇംഗ്ലണ്ടിലെ 3ാമത്തെ ഹൈയസ്റ്റ് പീക്ക്. നമ്മളിവിടെ കഴിഞ്ഞ വിൻ്ററിന് ആദ്യമായിട്ട് നമ്മൾ വിൻ്റർ വൈൽഡ് ക്യാമ്പിങ് ചെയ്തതാണ്. ആ സമയത്ത് കിടന്ന പോലത്തെ സ്ഥലമേ അല്ല കേട്ടോ. ആ സമയത്ത് ഇത് ഈ കാണുന്ന പോലെ ഫുൾ സ്നോ കവേർഡ് ആയിട്ടാണ് കിടന്നത് വെച്ചാൽ. കണ്ടോ, ട്രിക്ക് പോയിന്റിൻ്റെ ഒക്കെ കോലം കണ്ടോ, സ്നോ കവേർഡ് ആയിട്ട്. പക്ഷെ ഇപ്പം എങ്ങനെയാണ് കിടക്കണേന്ന് നോക്കിയേ. പക്ഷെ 360 ഡിഗ്രിയിൽ വ്യൂ കേട്ടോ. ഫുൾ മലകൾ, ഫുൾ. ഡാം, നമ്മൾ ആ വഴിയാണ് കയറി വന്നത്. കണ്ടോ, ആ റിഡ്ജ് കയറിയാണ് നമ്മൾ വന്നത്. മാൻ, we did it. Let's find a spot. ഇന്ന് നമ്മൾ നൈറ്റ് ക്യാറ്റിൻ്റെ 1% ടെൻ്റാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോണത്. ഇത് കുറേ നാളായി വീട്ടിലിരിക്കുന്നത്. ഇതുവരെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടിയില്ല. ഒരു പെർഫെക്റ്റ് ഡേ ആണ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. സോ നമ്മളിന്ന് ഈ ടെൻറ്റ് ടെസ്റ്റ് ചെയ്യണ കൂട്ടത്തിൽ തന്നെ പുതിയൊരു സ്ലീപ്പിംഗ് മാറ്റും കൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് ഫ്ലെക്സ്റ്റൈലിൻ്റെ RO5 എന്ന് പറയുന്ന സ്ലീപ്പിംഗ് പാഡാണ്. ഇത് എനിക്ക് റീസെൻ്റ്ലി ഫ്ലെക്സ്റ്റൈൽ അയച്ചു തന്ന സ്ലീപ്പിംഗ് പാഡാണ്. ഇത്രയും വരുന്നുണ്ട് ഇതിൻ്റെ ഹൈറ്റ്. ഫ്ലെക്സ്റ്റൈലിൻ്റെ തന്നെ മാക്സ് പമ്പ് തന്നെയാണ് ഉപയോഗിച്ചത് ഇത് ഇൻഫ്ലേറ്റ് ചെയ്യാനായിട്ട്. 1 മിനിറ്റ് താഴെയാണ് എടുത്തുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന സ്ലീപ്പിംഗ് പാഡിനകത്ത് ഒരു ലേസിൻ്റെ ഒക്കെ പാക്കറ്റ് ഇളകണ പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാവും. പക്ഷേ ഇതിന് അങ്ങനത്തെ ഇതൊന്നുമില്ല. R-value 5 ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം തണുപ്പുള്ള ടെമ്പറേച്ചറിന് ഒരു സ്പ്രിംഗ് ടൈമിനകത്തൊക്കെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ സമ്മറാണ്, കാരണം നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സാധനം നോക്കി, നല്ല സോളിഡ് ടെൻറ്റ് കണ്ടോ, നല്ല സെറ്റാണ്, അനങ്ങില്ല സാധനം. ഞാൻ ഗൈഡ് ലൈൻസും വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇൻ കേസ് ഇനിയിപ്പോൾ രാത്രി കാറ്റ് വല്ലതും കൂടുകയാണെന്നുണ്ടെങ്കിൽ
ആ സമയത്ത് ഇറങ്ങി കെട്ടണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞാൽ ഗൈഡ് ലൈൻസും കൂടെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലാണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ ഫ്ലെക്സ്-ടെയിലിൻ്റെ RO5 സ്ലീപ്പിംഗ് പാഡാണ്. കറക്റ്റ് ഫിറ്റാണ് ഒരാൾക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിനകത്ത് കറക്റ്റ് സ്ലീപ്പിംഗ് പാഡ് സെറ്റായിട്ടിരിക്കുന്നത്. പിന്നെ OEXൻ്റെ സ്ലീപ്പിംഗ് ബാഗാണ്. ഇതെൻ്റെ അല്ല, ഇത് കൃപയുടെ സ്ലീപ്പിംഗ് ബാഗാണ്. സോ ഇന്നത്തേക്ക് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ചെറുതും കൂടെ, ഇപ്പോൾ വെയിറ്റ് അത്ര എടുക്കണ്ടെന്ന് ഓർത്ത്. നൈസ്. ഇനിയിപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ചില്ല് ചെയ്യാം. എനിക്ക് തോന്നണം നല്ലൊരു സൺസെറ്റ് കിട്ടും തോന്നണം. പക്ഷെ ഇപ്പോൾ സൺ നല്ല ബ്രൈറ്റായിട്ട് കേൾക്കുന്നത്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഞാൻ ഹൈക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് നല്ല വെയിലായിരുന്നു. എനിക്ക് തലയൊക്കെ കറങ്ങി. ഞാൻ വിചാരിച്ച് ഞാൻ അവിടെ വെച്ച് വല്ലതും തല ഇറങ്ങി വീഴുന്നു. കാരണം നമുക്കൊന്ന് കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലെന്നേ. ഫുൾ ആ സൈഡിൽ കൂടെ എല്ലാം ട്രെയിൽ അയക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് തല ഇറങ്ങി വീഴുന്നു. കാരണം വഴിയിലൊന്നും ഒറ്റ മനുഷ്യൻ പോലും ഇല്ല എങ്ങാനും വീണ് കിടന്ന. പക്ഷെ ഒരു വിധത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതായിട്ടങ്ങ് യൂസ്ഡ് ആയിട്ടോ. ആ നടന്ന് കാലിൻ്റെ വേദനയും അതെല്ലാം ബോഡി അങ്ങോട്ട് അഡാപ്റ്റായി. പിന്നെ സീനുണ്ടായിരുന്നില്ല. പക്ഷെ സ്ക്രാമ്പിൾ ചെയ്തപ്പോഴാണ് ശരിക്കും കിളി പോയത്. ഞാൻ വിചാരിച്ച ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ദൈവമേ പണി പാളി, എടുത്തത് റോങ് ഡെസിഷനാണ്. കാരണം ഈ ബാക്ക് നമ്മളിങ്ങനെ പിടച്ച് കയറുമ്പോഴേക്കും ബാഗിൻ്റെ വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് ബാക്കിലോട്ട് ഇങ്ങനെ വലിയുമല്ലേ. അപ്പോൾ ആ ഒരു സാധനം. പിന്നെ ആണെങ്കിൽ കല്ലുകൾ ഇങ്ങനെ വീണ് ഇങ്ങനെ കിടക്കും, അല്ല ചെറിയ ചെറിയ പാറക്കല്ലുകൾ. അപ്പോൾ ചവിട്ടുമ്പോഴേക്കും ഇങ്ങനെ അലിച്ചങ്ങ് വീഴുമല്ല. ബട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി. ഞാൻ താഴത്തോട്ട് ഇറങ്ങി നോക്കി നമ്മളന്ന് വിൻ്ററിന് ക്യാമ്പ് ചെയ്ത സ്ഥലത്ത്. പക്ഷേ വിഷയം എന്ന് വെച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ വ്യൂ ഒന്നുമില്ല. ഇതൊരു കറക്റ്റ് സ്പോട്ടാണ്. സമ്മിറ്റ് സ്റ്റോണിൻ്റെ ഒരുപാട് അടുത്തുമല്ല, എന്നാൽ ഓൾമോസ്റ്റ് മിഡിലായിട്ട് നല്ല ഫ്ലാറ്റ് സർഫേസാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മലയുടെ താഴത്തോട്ട് സൺസെറ്റ് പോകുന്നത് കാണാനായിട്ട് വരും. ഹോപ്പ്ഫുള്ളി നല്ലൊരു സൺസെറ്റ് ആയിരിക്കും. അങ്ങനെ നല്ലൊരു ഹൈക്കിന് ശേഷം ഞാൻ ഒരു ബിയർ കുടിക്കുന്നു. ലെറ്റ്സ് സെലിബ്രേറ്റ്. ചിയേഴ്സ്. വാവ്. ഞാൻ മെല്ലെ കുറച്ച് വെള്ളം തിളപ്പിച്ച് നമുക്കൊരു പോട്ട് നൂഡിൽസ് കഴിക്കാൻ ഓർത്ത്. യെസ് ഗൈസ്, ഇപ്പോൾ സൺസെറ്റിന് സമയമായിട്ടുണ്ട്. മെല്ലെ തണുപ്പ് കയറാനായിട്ടും തുടങ്ങി. അപ്പോൾ ഞാൻ ജാക്കറ്റ് എടുത്തിട്ടു. പക്ഷെ വലിയ തണുപ്പില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് ചില്ലി വെതറാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സണ്ണിങ്ങനെ മെല്ലെ താന്നുകൊണ്ടിരിക്കുക. ആ സൈഡിലോട്ട് കഴിഞ്ഞാൽ കാണാം നല്ല ബ്രൈറ്റാണ്. അവിടെ അറ്റത്തൊരു കടലാണ്, പക്ഷെ അത് ക്യാമറയ്ക്കകത്ത് അത്രയും കിട്ടൂല. പക്ഷേ ഈ സൈഡിനകത്തെല്ലാം ഫുള്ള് മലകളാണ്. ഞാനപ്പോൾ നൈസ്ലി മെല്ലെ ടെൻറ്റിലോട്ട് കയറി. വേറെ നല്ല പുറത്ത് മറ്റേ മിഡ്ജസ് പോലത്തെ ഈച്ചകൾ കൂടാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് മുഖത്തും കണ്ണിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാകുമ്പോഴേക്കും കണ്ടോ എനിക്ക് മെഷ് ഉണ്ട്. ഞാൻ ഫ്ലൈ അടച്ചിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഉള്ളിൽ നിന്ന് സ്കൈ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. നല്ല ക്ഷീണമുണ്ട്. കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇരുന്നിട്ട് മെല്ലെ കിടക്കും. 2 മണിക്ക് ആകുമ്പോഴേക്കും നൈസിൽ അലാറം വെച്ച് ഇട്ടിട്ട് സ്റ്റാർസ് ഉണ്ടോ നോക്കണം. സ്റ്റാർസ് ഉണ്ടെന്നാണെങ്കിൽ നൈസിലൊരു ടൈം ലാപ്സ് എന്തെങ്കിലും വെച്ച് നോക്കാം, കിട്ടുമോ നോക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഇപ്പോൾ 4:30 കഴിഞ്ഞു. സൺറൈസിന് സമയമായിട്ടുണ്ട്. സൺറൈസ് തൊട്ട് ബാക്കിൽ അവിടെ നിന്നായിരിക്കും വരുന്നത്.
യെസ് ഗൈസ്, അങ്ങനെ ടെൻറ്റ് പാക്ക് ചെയ്തു. നമുക്ക് ഈ ക്യാരി ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സുഖമാണ്. എല്ലാം മടക്കി ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചാൽ മതി. ഇത് ഒരു 1.5 kg വരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം വലിയ വെയിറ്റും വരുന്നില്ല. അപ്പോൾ സോളോ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ടെൻറ്റാണത്. നൈറ്റ് കാറ്റ്. ഇനിയിപ്പോൾ മെല്ലെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാനായിട്ട് നോക്കാം. നമുക്ക് ആ മറ്റേ റിഡ്ജ് വഴിയാണ് താഴത്തോട്ട് ഇറങ്ങേണ്ടത്. പക്ഷെ അത് എങ്ങനെയാണെന്നറിയില്ല. നമുക്ക് നോക്കാം. ഇല്ലെന്നാണെങ്കിൽ അറിയില്ല എനിക്ക് എന്താ വേണ്ടതെന്ന്. നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ലീവ് നോ ട്രേസ്. ഞാനിവിടെ വന്ന് ക്യാമ്പ് ചെയ്തതിൻ്റെ ഒരു ട്രേസും ഞാൻ ലീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സണ്ണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സേഫായിട്ട് താഴത്തോട്ട് ഇറങ്ങാനായിട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. താഴത്തോട്ടേക്ക് നല്ല പച്ച കളർ നല്ല ഭംഗിയായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മളിന്നലെ കണ്ടു ആ റിഡ്ജ് വഴിയാണ് നമ്മളിന്നലെ കയറി വന്നത്. പറഞ്ഞു വിശ്വസിക്കുക. യെസ്, നമ്മളപ്പോൾ ഒന്നും കൂടെ സമ്മറ്റിൽ തൊടുന്നു, എന്നിട്ട് തിരിച്ച് താഴത്തോട്ട് ഇറങ്ങുന്നു. നോക്കാം എന്താ അവസ്ഥ. അതാണ് നമുക്ക് ഇറങ്ങാനായിട്ടുള്ള റിഡ്ജ്. ഇതിലെ വേണം താഴത്തോട്ട് ഇറങ്ങി അറ്റം വരെ പോകാനായിട്ട്. നമുക്ക് നോക്കാം, മെല്ലെ മെല്ലെ ഇറങ്ങി നോക്കാം. നമ്മൾ മെയിനായിട്ടുള്ള ആ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കം ഇറങ്ങിയിട്ടുണ്ട്. ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴി. ഫുള്ള് ഈ മെറ്റൽ പൊടി പോലത്തെ ഇതാ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഷൂസ് ഇല്ലെന്നാണെങ്കിൽ തെന്നു കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് ഇനിയും കുത്തനെ താഴത്തോട്ട് ഇറക്കാം, എന്നിട്ട് ആ റിഡ്ജ് പിടിച്ച് മുകളിലോട്ട് കയറി അങ്ങനെ വേണം പോകാനായിട്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ റിഡ്ജിനകത്ത്. സീനില്ല, ഞാൻ മെല്ലെ മെല്ലെ പിടിച്ചിറങ്ങണം. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഒന്ന് സേഫായിട്ട് താഴത്തോട്ട് എത്തട്ടെ. ഞാൻ ജാക്കറ്റ് ഊരി, വല്ലാണ്ട് ചൂടെടുക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് റിസ്ക് ഇല്ലാത്ത ഭാഗത്തോട്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ആ മേളിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി വന്നത്. അയ്യോ, ഇനിയുണ്ട് കുറച്ച് പോകാനായിട്ട്. ഈ റിഡ്ജ് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടെൻഷൻ മാറി കിട്ടും. വെള്ളമില്ല. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി താഴത്തോട്ട് ഇറങ്ങി വെള്ളം എടുത്തിട്ട് നമ്മൾ വന്ന വഴി തന്നെ ആയിരിക്കും ഞാൻ പിടിക്കുന്നത്. ഫൈനലി നമ്മൾ റിഡ്ജ് കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മളിത് ഈ കാണുന്ന പോലെ താഴത്തോട്ട് ഇറങ്ങും, എന്നിട്ട് അവിടെ നിന്ന് നേരെ ടാണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങും. വെള്ളം ഫില്ല് ചെയ്യണം, വല്ലാണ്ട് ദാഹിക്കുന്നു. അയ്യോ, കുപ്പിയിലെ വെള്ളം തീർന്നു. എന്നാലും അത്രയും വെയിലും കൂടെ അയച്ചുകൊണ്ടാണ് ഞാൻ കുറേ വെള്ളം കുടിച്ചു. ഇന്നലെ ആ കൂടെ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, രാവിലെ ഞാൻ കുടിച്ചു, എന്നിട്ട് ഇറങ്ങി. അപ്പോൾ ടാണിൽ നിന്ന് എടുക്കാം. ഇല്ലെന്നാണെങ്കിൽ പോണ വഴിക്ക് വല്ല തലയും കറങ്ങി വീഴും. ഇനി ഫുള്ള് കുത്തനുള്ള ഇറക്കങ്ങളായിരിക്കും. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ചവിട്ടി നിന്ന് പോകണം. എന്തായാലും നമ്മൾ താഴത്തെത്തി. അവിടെ നിന്നും കൂടി കുത്തനുള്ള ഇറക്കമായിരുന്നു. മുട്ടൊക്കെ പയറായി. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. ഇവിടെ ഇങ്ങനെ സ്ട്രീം പോലെ പോകുന്നുണ്ട് ആ സൈഡിനകത്ത്. അപ്പോൾ ആ ഒഴുക്കുള്ള സ്ഥലത്തുനിന്ന് വെള്ളം എടുക്കാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വെള്ളം കുടിച്ചാലിപ്പോൾ എന്തൊരാശ്വാസം. നല്ല തണുത്ത വെള്ളം. ഗൈസ്, ഫൈനലി ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ എന്നെക്കൊണ്ട് അത് സർക്കുലർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം ആദ്യമേ കയറിയപ്പോൾ തന്നെ ആ ചൂടും വെയിലും എല്ലാം കാരണം തന്നെ എൻ്റെ മനസ്സ് മടുത്ത്. എന്നെക്കൊണ്ട് പുഷ് ചെയ്ത് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓർത്ത് എങ്ങനെയെങ്കിലും ഇവിടെയും വരെയെങ്കിലും എത്താം, ആ ടാണ്ട് അവിടെയും വരെയെങ്കിലും എത്തുവാണെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത്. പക്ഷെ അവിടെ എത്തി ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ റിഡ്ജിൻ്റെ മുകളിലോട്ട് കയറാനായിട്ടുള്ളൊരു മൂഡ് കിട്ടി. പക്ഷേ ആ റിഡ്ജ് കയറി പകുതി എത്തിയപ്പോഴാണ്
എനിക്ക് മനസ്സിലായി ചില്ലറ കഴിയല്ല. കാരണം ബാഗില്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻറ്റ് ഞാൻ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു. നമുക്ക് വേറെ ഇഞ്ചുറികളൊന്നും ഇല്ലാണ്ട് നമ്മൾ സേഫായിട്ട് മുകളിൽ ക്യാമ്പ് ചെയ്ത് ഇപ്പുറത്തെ വഴി നമ്മൾ സേഫായിട്ട് താഴത്തോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ കമൻസിനകത്ത് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.